അപ്പോൾ ഇരുവർക്കും സ്വാഗതം. ആന്റണി വർഗീസ്, പെപ്പെ, ഒപ്പം ഗോവിന്ദ് വിഷ്ണു. നമുക്ക് ആദ്യം നായകനോട് ചോദിക്കണോ സംവിധായകനോട് ചോദിക്കണമെന്നാണ്. നായകനോട് ചോദിക്കാം അല്ലേ സംവിധായക? ആന്റണി, എങ്ങനെയുണ്ട് ഇടിപ്പടം വന്ന് പ്രതികരണങ്ങളൊക്കെ? ശരി, അതിനകത്തൊരു ചെറിയൊരു തിരുത്തുണ്ട്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് എന്ന് പറഞ്ഞ ഒരു പക്ക ഒരു ഇടിപ്പടം അല്ല, അല്ലെങ്കിൽ ഒരു പക്ക ഒരു വയലൻസ് മൂവി അല്ല, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് മൂവി അല്ല. ഇത് നമുക്ക് സിനിമ കാണുമ്പോഴേ അറിയാം തുടക്കത്തില് ആഷിക്ക് എന്താണ് ഇങ്ങനെ അതെ, ആഷിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊരു വികാരം തുടക്കത്തിൽ സിനിമ കാണുമ്പോൾ നമുക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം എന്തായിരിക്കും പുറകെ വരുന്നത്. ഞങ്ങൾ കാത്തിരുന്നതും അതാണ്. തിയേറ്ററിൽ അത് വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും, അതായത് ഫാമിലി ഓഡിയൻസിനും യൂത്തിനൊക്കെ കാണാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. ഇപ്പോൾ തിയേറ്ററിൽ നല്ല 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 റെസ്പോൺസ് ഉണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരി, ഇനി സംവിധായകനോട് അല്ലേ പൂജ. ഗോവിന്ദ്, എങ്ങനെയാണ്? ആദ്യ സിനിമയാണ്. ആന്റണി വർഗീസിനെ കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്ന് പരിവപ്പെടുത്തിയെടുത്താണ് അല്ലേ? 6 പാക്ക് ഒക്കെ ആയി. ഒരു പ്രൊഫഷണൽ ബോക്സറുടെ ലൈസൻസും ഇതിനിടയിൽ തരപ്പെടുത്തി. അങ്ങനെ ഒരു നായകനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും? നമ്മൾ ഈ രാജമൗലിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ആന്റണീനെ വാങ്ങി വെച്ച് കുറച്ച് നാൾ സ്വന്തം കൂട്ടിലിട്ടേക്കുമായിരുന്നു. എങ്ങനെയാണ് സിനിമ പുറത്തിറങ്ങിയപ്പോൾ സംവിധാനം കിട്ടുന്ന ഒരു സംതൃപ്തി? സിനിമ പുറത്തിറങ്ങിയപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം കഴിഞ്ഞ 8 വർഷത്തെ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഞങ്ങളുടെ എൻ്റെ ആൻ്റണിയുടെയൊക്കെ ഒരു 2 വർഷത്തെ തന്നെ ഒരു കഷ്ടപ്പാടാണ് ദാവീദ്. അപ്പോൾ ആ ദാവീദ് ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ തിയേറ്റർ വിസിറ്റിനായിട്ട് കോഴിക്കോട് പല തിയേറ്ററുകളിലും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോരുത്തരും ഇപ്പം 800 സീറ്റുള്ള കൈരളിയൊക്കെ നിറഞ്ഞിട്ട് അവർ ഭയങ്കര സംതൃപ്തരായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, 800 പേരും ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. ഈ 800 പേര് പറഞ്ഞ് 8000 പേരിലേക്ക് എത്തും, അവർ സിനിമയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഹൗസ്ഫുൾ തിയേറ്ററിലൊക്കെ പോയിരുന്നാണ് സിനിമ കണ്ട് വളർന്നത്. അപ്പം എൻ്റെ സിനിമ ആളുകൾ കൈയടിച്ച് ഭയങ്കര ആവേശത്തോടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട്, അതൊരു വലിയ തിയേറ്ററാണ്, ഹൗസ്ഫുള്ളായിട്ട് പടം ഓടിയപ്പോൾ ഭയങ്കര അവരോടൊപ്പം ഇരുന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഓഡിയന് വേണ്ടിയിട്ടുണ്ട്, വളരെ സാധാരണക്കാരനായ ഓഡിയന് വേണ്ടിയിട്ടും സാധാരണക്കാരൻ്റെ ഇമോഷൻസും ഫാമിലി ഇമോഷൻസുമാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കണക്റ്റായി എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ സിനിമ റിലീസായ അന്ന് തന്നെ എറണാകുളത്ത് കവിതാ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ കവിതാ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഹൗസ്ഫുള്ളാവുന്നത് വിജയുടെ ഗോട്ട് സിനിമ റിലീസായ ദിവസമാണ് കവിതാ തിയേറ്റർ ഹൗസ്ഫുള്ളാവുന്നത്, സെപ്റ്റംബർ 5. അപ്പോൾ അതിൽ ആ ഹൗസ്ഫുള്ളാക്കിയതിൽ 2 ടിക്കറ്റ് ഞാനും എൻ്റെ ക്യാമറാമാനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത സിനിമ അവിടെ അതിനുശേഷം ഹൗസ്ഫുള്ളായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ഷനിലുപരി ഫാമിലി വാല്യൂസിനും ഫാമിലി ഇമോഷൻസിനുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു അച്ഛൻ മകൾ റിലേഷൻഷിപ്പാണ് സിനിമയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെൺമക്കളുള്ള അച്ഛന്മാർ വന്ന പടം അവർക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. എന്നാൽ മകളുടെ ഹീറോ ആണ് അച്ഛൻ. ആ ഹീറോ മകൾ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ എങ്ങനെയാകുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ പടത്തിൽ ഫൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി ഫിലിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, സ്ത്രീകളൊരു ഇടിപ്പടമായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന്. തിയേറ്ററുകാരും അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. പക്ഷേ ഇത് സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്ന ഫാമിലി വാല്യൂസുള്ള ഒരു ആക്ഷൻ ഫിലിമാണ്.